ഹായ് ഹലോ നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഹെയർ കെയർ ടിപ്സായിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഹെയർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും ഡാമേജൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് സഹിതം കാണുകയും ചെയ്യാമല്ലോ എൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യലുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ തന്നെ ആയാലും എൻ്റെ കുഞ്ഞാപ്പൂ കുട്ടികളൊക്കെ എഴുന്നേൽക്ക് പോകുമ്പോൾ നമുക്ക് ഒരുമാതിരി തരികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. ഇതിന് വേണ്ടത് മുരിങ്ങയും തേങ്ങയും ആണ്. മുരിങ്ങയും തേങ്ങയും നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സിയിൽ മുരിങ്ങയിലിട്ടിട്ടുണ്ട്, ഒരു തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. എത്രത്തോളം നമ്മൾ അരച്ചെടുക്കാൻ പറ്റുമോ, അതായത് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് യൂസാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇത് അരച്ച് നല്ല പേസ്റ്റായത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളം ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് അരിച്ച ശേഷം നല്ലോണം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുത്ത ആ വെള്ളമാണ് നമുക്ക് ആവശ്യം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാത്ത പക്ഷം നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. നന്നായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ മുടിയിലേക്ക് തേച്ച് കൊടുക്കാൻ പോകണം. എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടോ, നല്ല രീതിയിൽ കൊഴിച്ചിലും ഡാമേജൊക്കെ ആയിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ വിട്ടതിൻ്റെ നല്ലൊരു ഫലം എനിക്കുണ്ട്. ഞാൻ ഇനി മുടിയും എൻ്റെ ഹെയറും അതിൻ്റെ ഫേസും എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്ന അത്രത്തോളം ശ്രദ്ധിക്കുന്ന വീഡിയോസിന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകണം. കാരണം നിങ്ങൾക്ക് മാറ്റം നേരിട്ട് കണ്ടറിയാൻ ചെയ്യാം. ഇതെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ചോദിക്കുകയാണല്ലോ, ഇതിലിപ്പോൾ എന്താ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ തേച്ച് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ പാക്കിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലേക്കോ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോകുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസാകും. കാരണം നമുക്കറിയാം, മറ്റ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, മുടിയിൽ എത്ര കഴുകിക്കളഞ്ഞാലും അതിൻ്റെ തരികൾ മുടി തന്നെ നിൽക്കുകയും നമ്മളത് ഡ്രൈ ആവും തോറും അതിങ്ങനെ പൊടിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തേക്കുന്നതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിങ്ങനെ തേക്കാൻ കാരണം കുഞ്ഞാപ്പൂ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തേക്കുകയും ചെയ്യാം. നമുക്ക് 2 മണിക്കൂർ വേറെ പണികളൊക്കെ ചെയ്താൽ കഴുകിക്കളഞ്ഞ് പൂർണ്ണമായിട്ട് നമുക്കത് തലയിൽ നിന്ന് പോവുകയും ചെയ്യും. തലയോട്ടിലൊന്നും അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകുന്നവർക്കോ കോളേജിൽ പോകുന്നവർക്കോ സ്കൂളിൽ പോകുന്നവർക്കോ പിന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തേക്കാൻ മടിയുള്ള എത്രയോ പേരുണ്ടാവും. അവർക്കിത് ഉപയോഗിക്കാം. അങ്ങനെ രാവിലെ പറ്റാത്തൊരു രാത്രി തന്നെ ഇത് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് പുറത്ത് തണുപ്പൊന്ന് മാറ്റി കിട്ടിയ ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മൾ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുമല്ലോ, അതുപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തല കഴുകി കളയാം. ഇതിൻ്റെ തരികളൊന്നും പാടുകളൊന്നും നമ്മുടെ മുടിക്കകത്ത് തന്നെ പിടിച്ച് നിൽക്കത്തുമില്ല. അത് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് സുഖമായിട്ട് ഇതുപോലെ തേച്ച്, ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചാണ് തേക്കുന്നത്. ബ്രഷിനൊന്നൊരു നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ മുടിയിലേക്ക് തലയോട്ടിലേക്ക് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് തേക്കുന്നത്. വെറും നമ്മൾ എണ്ണ തേക്കില്ലേ, അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ കയ്യിലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വിരൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതി. ഒന്നും ചെയ്യാത്തത് എന്തെങ്കിലും ചെയ്യാലോ എന്ന ഒരു ടിപ്പാണ്. അതായത് നമ്മൾ ഒന്നും ചെയ്യില്ല, ഒന്നും ശ്രദ്ധിക്കാത്തവർക്ക് ഇങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല രീതിയിൽ മാറ്റം നമുക്ക് കാണാൻ പറ്റും. ആഴ്ചയിൽ 1-2 ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും. നമ്മൾ ഈ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ഇങ്ങനെ തരികൾ വരുന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്കോ ഒന്നും ശ്രദ്ധിക്കാനേ സമയമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുടി ശ്രദ്ധിച്ച പോലെയായി മുടിയുടെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. മുടി കൊഴിച്ചിലും കുറയും, മുടി വളരുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പലവർക്കും, നമ്മൾ ഓഫീസിൽ പോകുന്നവർക്ക്, കോളേജിൽ പോകുന്നവർക്ക്, സ്കൂളിൽ പോകുന്നവർക്ക്, ഇനി വീട്ടിലിങ്ങനെ തരികൾ ഒരുമാതിരി വരുന്നു എന്നുള്ളവർക്ക് എല്ലാവർക്കും യൂസായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്, ഒരു ഉപകാരമായൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് സുഖമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, ബോറടിക്കും എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ അതുപോലെ തേച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് കഴുകി കളഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാം. നല്ല രീതിയിൽ നമ്മൾ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച ശേഷമുള്ളൊരു ഇതാണ് കേട്ടത്. ഞാൻ അത് കഴുകി കളഞ്ഞതാണത്. എനിക്ക് നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒന്നും ചെയ്യാതെ മുടി ഒരു ഡ്രൈ ആയി ഡാമേജായി നിന്ന എൻ്റെ മുടി എന്തെങ്കിലും ഇങ്ങനത്തെ പാക്ക് ഇടുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു വ്യത്യാസം നമുക്ക്, അതായത് മുടി തൊടുമ്പോഴായാലും നമ്മുടെ തലയോട്ടിലൊരു കുളിർച്ചയായാലും ഒരു കുളിർമയായാലും നല്ല